എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 51-ാമത്തെ സർഗത്തിൽ 23 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥ, വിശ്വാമിത്രനെ പറ്റിയിട്ട് ശതാനന്ദൻ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വിശ്വാമിത്ര മഹർഷി ആദ്യം ആരായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അനേക വർഷങ്ങളോളം രാജാവായിട്ട് വാണ ഒരു വിശിഷ്ടനായിട്ടുള്ള വ്യക്തിയാണ് പിന്നീട് മഹർഷിയായിട്ട് തീർന്ന ഈ വിശ്വാമിത്രൻ. അപ്പോൾ എന്തുകൊണ്ടാണ് മഹാരാജാവായിട്ട് രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ് മഹർഷിയായി തീർന്നത് എന്നുള്ള കഥ, അല്ലെങ്കിൽ ഒരു നടന്ന സംഭവം തന്നെയാണ് വർണ്ണിക്കാൻ പോണത്. ഒരിക്കൽ വിശ്വാമിത്ര മഹാരാജാവ് തൻ്റെ സൈന്യങ്ങളോടൊക്കെ കൂടിയിട്ട് ലോകം മുഴുവനും പ്രദക്ഷിണം വെച്ച് വരണ വഴിക്ക് കുറേ അക്ഷൗഹിണി സൈന്യങ്ങളോട് കൂടിയിട്ടാണ് വന്നത് പറഞ്ഞു. അങ്ങനെ വരണ വഴിക്ക് ഒരു ആശ്രമം കാണുകയാണ്. ആ കഥയാണെന്ന് പറയണത്. നമുക്ക് 23-ാമത്തെ ശ്ലോകം നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ശ്ലോകങ്ങൾ മുഴുവനും ചൊല്ലിയാലാണ് ഒരുമിച്ച് അർത്ഥം പറയാൻ പറ്റുക. എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ചാണ് അന്വയം കിടക്കണത്. ആദ്യം 23 ചൊല്ലാം. വസിഷ്ഠസ്യാശ്രമപദം നാനാപുഷ്പലതാദ്രുമം നാനാമൃഗഗണാകീർണം സിദ്ധചാരണസേവിതം. ആ എത്തിച്ചേർന്ന ആശ്രമം ഏതായിരുന്നു? വസിഷ്ഠസ്യ ആശ്രമപദം. വസിഷ്ഠന്റെ ആശ്രമത്തിലേക്കാണ് അവസാനം വിശ്വാമിത്രൻ തിരിച്ചു വരണ വഴി, തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരണ വഴി അവിടെയാണ് എത്തിച്ചേർന്നത്. അവിടെയാകട്ടെ നാനാ പുഷ്പലതാദ്രുമം. നാനാ എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുണ്ട്, വള്ളികളുണ്ട്, മരങ്ങളുണ്ട്. ആ ആശ്രമം അത്ര സമ്പന്നമാണ്. അതുപോലെ തന്നെ നാനാ മൃഗഗണാകീർണം, പലതരത്തിലുള്ള മാനുകളെന്ന് പറയാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള മൃഗങ്ങൾ, ആന, അതുപോലെ പുലി, സിംഹം തുടങ്ങിയിട്ടുള്ള കാട്ടുമൃഗങ്ങൾ ധാരാളമായിട്ട് വസിക്കുന്നതും. സിദ്ധചാരണസേവിതം, സിദ്ധന്മാര്, ഗന്ധർവന്മാരെന്നൊക്കെ പറയുന്ന അർദ്ധദേവന്മാർ, അവരാലൊക്കെ സേവിക്കപ്പെടുന്നത്, അവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ആശ്രമപദം കാണാനിടയായി. ഇനി 24-ാമത്തെ ശ്ലോകം നോക്കാം. ദേവദാനവഗന്ധർവൈഃ കിന്നരൈരുപശോഭിതം പ്രശാന്തഹരിണാകീർണം ദ്വിജസംഘനിഷേവിതം. ദേവദാനവഗന്ധർവൈഃ കിന്നരൈഃ, ദേവന്മാര്, ദാനവന്മാര്, ഗന്ധർവന്മാര്, ഇവരൊക്കെ സ്വർഗലോകവാസികളാണ്. അവരെല്ലാവരും മാത്രമല്ല, കിന്നരന്മാരെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൂട്ടരുണ്ട്. യക്ഷന്മാരെ പോലെയൊക്കെ തന്നെയുള്ള മറ്റൊരു കൂട്ടരാണ് കിന്നരന്മാർ. അവരൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യണത് കൊണ്ട് ആ ആശ്രമത്തിന് ദിവ്യത്വം അല്ലെങ്കിൽ അലങ്കാരം, അവരെല്ലാവരും ഈ ആശ്രമത്തിൻ്റെ അലങ്കാരങ്ങളായിട്ട് ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ആശ്രമത്തിന് വളരെയധികം ദിവ്യത്വവും ഉണ്ട്. അവരാലൊക്കെ ഉപശോഭിതം, ശോഭിക്കുന്നതുമായ ആ ആശ്രമം പ്രശാന്ത ഹരിണാകീർണം. ഇവിടെ ഹരിണം എന്നുള്ളത് കൊണ്ട് മാൻന്ന് തന്നെയാണ് അർത്ഥമെടുക്കുന്നത്. വളരെ സാത്വികന്മാരായിട്ടുള്ള, മറ്റൊന്നിനെയും ആക്രമിക്കാത്തതായ മാൻകൂട്ടങ്ങളോട് ചേർന്നതും. ദ്വിജ സംഘ നിഷേവിതം. ദ്വിജസംഘങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ കാടിനെ പറ്റി വർണ്ണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പക്ഷികളുടെ കാര്യമാണ് പറയാൻ തോന്നുക. ഇനി അടുത്ത വരിയിൽ നോക്കുമ്പോൾ ബ്രഹ്മർഷിഗണ സങ്കീർണം എന്ന് പറയുന്നത് കൊണ്ട് ദ്വിജപദത്തിന് പക്ഷിക്കൂട്ടങ്ങളുള്ളത് എന്നർത്ഥവും പറയാം. അതോടൊപ്പം തന്നെ ബ്രാഹ്മണരുടെ ഗണങ്ങൾ, കുറേയധികം ബ്രാഹ്മണർ താമസിക്കുന്നതുമായിട്ടുള്ള ആശ്രമമാവുമ്പോൾ അതും സംഭവിക്കാം. അതാണ് ദ്വിജസംഘ നിഷേവിതം, ദ്വിജസംഘങ്ങളാൽ സേവിക്കപ്പെടുന്നതായ, താമസിക്കുന്നതുമായ ആശ്രമം. ഇനി 25-ാമത്തെ ശ്ലോകം നോക്കാം. ബ്രഹ്മർഷിഗണ സങ്കീർണം ദേവർഷിഗണസേവിതം തപശ്ചരണ സംസിദ്ധൈഃ അഗ്നികൽപ്പൈർമഹാത്മഭി. അവിടെ പലതരത്തിലുള്ള ഋഷീശ്വരന്മാരുണ്ടായിരുന്നു. ബ്രഹ്മർഷിഗണ സങ്കീർണം, ബ്രഹ്മർഷിമാരായി തീർന്ന അങ്ങനെയുള്ള ഋഷിമാര് അവരുടെ കൂട്ടങ്ങളാൽ ശോഭിക്കുന്നതായിട്ടുള്ള ആശ്രമമായിരുന്നു അത്. നാരദനെ പോലെയുള്ള ദേവർഷിമാരാൽ അലങ്കരിക്കപ്പെടുന്നതായിട്ടുള്ള ആശ്രമമായിരുന്നു അത്. ബ്രഹ്മർഷിമാർ ധാരാളമുണ്ട്, ദേവർഷിഗണങ്ങളുണ്ട്. അതുപോലെ തന്നെ തപശ്ചരണ സംസിദ്ധൈഃ അഗ്നികൽപ്പൈഃ മഹാത്മഭിഃ. അത് അങ്ങനെയുള്ള ബ്രഹ്മർഷിമാരും ദേവർഷിമാരും, അതാണ് തപശ്ചരണ സംസിദ്ധൈഃ. കഠിനമായിട്ടുള്ള
തപസ് ചെയ്ത് സിദ്ധി നേടിയവരായിട്ടുള്ള ബ്രഹ്മർഷിഗണങ്ങൾ, ദേവർഷിഗണങ്ങൾ. അതുപോലെ തന്നെ അഗ്നികൽപ്പൈഹി, അഗ്നികൽപ്പന്മാരെന്ന് പറഞ്ഞാൽ കണ്ടാൽ അഗ്നി പോലെ തേജസ്സുള്ള അങ്ങനെയുള്ള വലിയ ഋഷീശ്വരന്മാരാൽ, മഹാത്മാക്കളായിട്ടുള്ള ഋഷീശ്വരന്മാരാൽ സേവിക്കപ്പെടുന്നതായ അങ്ങനെ ഒരു ആശ്രമം കാണാനിടയായി. ഇനി 26ാമത്തെ ശ്ലോകം നോക്കാം. സതതം സങ്കുലം ശ്രീമദ് ബ്രഹ്മകൽപ്പൈർമഹാത്മഭി അഭക്ഷൈർവായുഭക്ഷൈശ്ച ശീർണപർണാശനൈസ്തദാ. അവിടെ ബ്രഹ്മകൽപ്പരായിട്ടുള്ള മഹാത്മാക്കൾ നിറഞ്ഞിരുന്നു. ബ്രഹ്മകൽപ്പര എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാവിന് തുല്യമായിട്ടുള്ള, ബ്രഹ്മാവിനെ പോലെ അത്രയ്ക്ക് ശക്തമായി തപസ് ചെയ്യുന്ന വലിയ വലിയ മുനിമാര്, അവരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. മഹാത്മഭി സങ്കുലം, സതതം സങ്കുലം, അങ്ങനെയുള്ള മഹാത്മാക്കളാൽ നിറഞ്ഞതായിരുന്നു ആ ആശ്രമം. അവര് ഭക്ഷണം കഴിക്കലൊക്കെ വളരെ കുറവായിരുന്നു. അവരെന്താ കഴിച്ചിരുന്നത്? അഭക്ഷൈഹി വായുഭക്ഷൈശ്ച ശീർണ പർണാശനൈഹി തഥാ. അഭക്ഷന്മാര്, അപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം കുടിക്കുന്നവര്, അവരെയാണ് അഭക്ഷൈഹി. അഭക്ഷ എന്ന് പറഞ്ഞാൽ അപ്പ്, വെള്ളം മാത്രം ഭക്ഷിക്കുന്നവര്. അതുപോലെ തന്നെ വായുഭക്ഷന്മാരെന്ന് വെച്ചാൽ വെള്ളവും ഇല്ല, ശ്വാസോച്ഛ്വാസം കൊണ്ട് മാത്രം ശരീരം നിലനിർത്തുന്നവര്. അടുത്തത് ശീർണ പർണാശനൈഹി, കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ച് കഴിയുന്നവർ. അങ്ങനെ പലതരത്തിലുള്ള ഋഷീശ്വരന്മാർ അവിടെ ഉണ്ടായിരുന്നു. വെള്ളം മാത്രം പാനം ചെയ്ത് ജീവിക്കുന്നവർ, വായു മാത്രം ശ്വസിച്ചുകൊണ്ട് ശരീരം നിലനിർത്തുന്നവർ, മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ പ്രത്യേകിച്ച് അതിൽ നിന്ന് പൊട്ടിക്കുകയോ പഴങ്ങൾ പൊട്ടിക്കുകയോ പറിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ വേരൽ എടുക്കുകയോ ഒന്നും ചെയ്യാതെ, അവരെ ആരെയും ദ്രോഹിക്കാതെ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ കൊണ്ട് മാത്രം വിശപ്പ് ഒതുക്കി ജീവിക്കുന്നവരായിട്ടുള്ള ഋഷീശ്വരന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ അല്ലാത്തവരുണ്ട്. ഫലമൂലാശനൈർദാന്തൈഹി ജിതദോഷൈഹി ജിതേന്ദ്രിയൈഹി ഋഷിഭിർബാലഖില്യൈശ്ച ജപഹോമപരായണൈഹി. ഫലമൂല അശനൈഹി, ഫലമൂലങ്ങൾ. ആദ്യം പറഞ്ഞു ഇലകൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഋഷീശ്വരന്മാരുണ്ടായിരുന്നു എന്ന്. ഇവിടെ അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിരുന്നു. അതാണ് ഫലങ്ങളും മൂലങ്ങളും. ഫലങ്ങൾ, പഴങ്ങൾ, മൂലങ്ങൾ എന്ന് വെച്ചാൽ വേരുകൾ, ഇതൊക്കെ ഭക്ഷിക്കുന്നവരും. അങ്ങനെയുള്ള ദാന്തൈഹി ജിതദോഷൈഹി ജിതേന്ദ്രിയൈഹി. ദാന്തന്മാരെന്ന് വെച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കാൻ പറ്റുന്നവർ, ദമനം ചെയ്യാൻ കഴിവുള്ളവരാണ് ദാന്തന്മാര്. അതുപോലെ ജിതദോഷൈഹി, ദോഷങ്ങളെല്ലാം അകന്നവര്, ദോഷത്തെ തോൽപ്പിച്ചവര്, ഇന്ദ്രിയങ്ങളെ അടക്കിയവര്, എല്ലാത്തിനെയും ജീവിതത്തെയും ശരീരത്തെയും ഒക്കെ നിയന്ത്രിതമാക്കിയവരാണ് ദാന്തന്മാര്. അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ തൻ്റെ വശത്താക്കിയവരെ പറയണ പേരാണ് ജിതേന്ദ്രിയന്മാരെന്ന്. അങ്ങനെയുള്ള കുറേ ഋഷീശ്വരന്മാര് ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. ഋഷിഭിർവാലഖില്യൈശ്ച ജപഹോമപരായണൈഹി. ഋഷിമാര്, ബാലഖില്യന്മാര്, അതൊക്കെ ഒരു തരത്തിലുള്ള വൈഖാനസന്മാര്, ബാലഖില്യന്മാര് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ തരത്തിലുള്ള ഋഷി സംഘങ്ങളാണ്. അവരുടെ പ്രധാന പണി ജപഹോമപരായണൈഹി, ജപം നടത്തുക, ജപിക്കുക, ഈശ്വരനാമ സങ്കീർത്തനം ചെയ്യുക, ഹോമങ്ങൾ നടത്തുക, ലോകത്തിന് മുഴുവനും നന്മ വരാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായ വലിയ വലിയ ഋഷീശ്വരന്മാരോടുകൂടിയ ഒരു ആശ്രമം കാണുകയാണ്. അതാണ് അടുത്ത ശ്ലോകം പറയാണ്. 28ാമത്തേത് 3 വരിയുണ്ട്. അന്യൈഹി വൈഖാനസൈശ്ചൈവ സമന്താദുപശോഭിതം വസിഷ്ഠസ്യാശ്രമപദം ബ്രഹ്മലോകമിവാപരം ദദർശ ജയതാം ശ്രേഷ്ഠോ വിശ്വാമിത്രോ മഹാബല. ആദ്യം പറഞ്ഞു ബാലഖില്യന്മാരുണ്ടായിരുന്നു എന്ന്. ഇപ്പോഴത്തെ ശ്ലോകത്തിൽ പറയാണ് വൈഖാനസന്മാര്, അതായത് വേറൊരു കൂട്ടരായിട്ടുള്ള ഋഷീശ്വരന്മാരാണ്. അവരൊക്കെ ധാരാളമുള്ളതും സമന്താദുപശോഭിതം, അവരെല്ലാവരും കൂടിച്ചേർന്നിട്ടുള്ളതായ അങ്ങനെ ശോഭ വർദ്ധിച്ചതായിട്ടുള്ള ആശ്രമം. വസിഷ്ഠസ്യ ആശ്രമപദം, അതാണ് ആദ്യം പറഞ്ഞത്. വസിഷ്ഠസ്യ ആശ്രമപദം എന്നുള്ളത് 23ാമത്തെ ശ്ലോകം തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഒന്നുകൂടി പറയാണ്. ഇങ്ങനെയൊക്കെയുള്ള പല പല ഗുണങ്ങളോട് കൂടിയതായ വസിഷ്ഠന്റെ ആശ്രമപദത്തെ ബ്രഹ്മലോകമിവ അപരം, അപരം ബ്രഹ്മലോകം ഇവ, മറ്റൊരു ബ്രഹ്മലോകം എന്നതുപോലെ ദദർശ ജയതാം ശ്രേഷ്ഠോ വിശ്വാമിത്രോ മഹാബല. മഹാബല ജയതാം ശ്രേഷ്ഠ വിശ്വാമിത്ര ദദർശ.
മഹാബലശാലിയായിട്ടുള്ള എല്ലാവരെയും ജയിക്കുന്ന, യുദ്ധത്തിൽ ജയിച്ച് വീരശ്രീ വിജയശ്രീ പതാക കൈവരിക്കുന്നവനായിട്ടുള്ള വിശ്വാമിത്ര മഹാരാജാവ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വിശ്വാമിത്ര മഹർഷി എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. വിശ്വാമിത്ര മഹാരാജാവ് വസിഷ്ഠന്റെ ആശ്രമത്തിൽ ഇങ്ങനെ പലതും കാണുണ്ടായി. വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ആശ്രമപദമാണ് എന്ന് വിശ്വാമിത്രൻ അത് തിരിച്ചറിയാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. വസിഷ്ഠസ്യാശ്രമപദം നാനാപുഷ്പലതാദ്രുമം നാനാമൃഗഗണാകീർണം സിദ്ധചാരണസേവിതം ദേവദാനവഗന്ധർവൈः കിന്നരൈരുപശോഭിതം പ്രശാന്തഹരിണാകീർണം ദ്വിജസംഘനിഷേവിതം ബ്രഹ്മർഷിഗണസങ്കീർണം ദേവർഷിഗണസേവിതം തപശ്ചരണസംസിദ്ധൈരഗ്നികൽപ്പൈർമഹാത്മഭിः സതതം സങ്കുലം ശ്രീമദ്ബ്രഹ്മകൽപ്പൈർമഹാത്മഭിः അഭക്ഷൈർവായുഭക്ഷൈശ്ച ശീർണപർണാശനൈസ്തദാ ഫലമൂലാശനൈർദാന്തൈർജിതദോഷൈർജിതേന്ദ്രിയൈः ഋഷിഭിർവാലഖില്യൈശ്ച ജപഹോമപരായണൈः അന്യൈർവൈഖാനസൈശ്ചൈവ സമന്താദുപശോഭിതം വസിഷ്ഠസ്യാശ്രമപദം ബ്രഹ്മലോകമിവാപരം ദദർശ ജയതാം ശ്രേഷ്ഠോ വിശ്വാമിത്രോ മഹാബല. അങ്ങനെ ആ വസിഷ്ഠന്റെ ആശ്രമം വിശ്വാമിത്ര മഹാരാജാവ് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് 51ാമത്തെ ദശകം തീരാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.